എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സിഞ്ചു ഇഷയാണ്. ഹായ്. മോളിപ്പം കുറെ മൂവീസും ആഡ്സും ഒക്കെ ചെയ്തു അല്ലേ? ആദ്യമായിട്ടൊക്കെ മൂവിയിൽ ക്യാമറ ഫേസ് ചെയ്തപ്പോ എന്ത് തോന്നി? മോൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? പേടിയൊന്നും തോന്നിയില്ല, നല്ലപോലെ ചെയ്തു, ഡാൻസ് ചെയ്യും പോലെ തന്നെ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന ടാസ്കും ഏകദേശം ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. നിങ്ങളൊരു വ്ളോഗ് ചെയ്യണം. ഓക്കെ, ഈസി അല്ലേ? ഈസി. ഓക്കെ, സോ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് തരും സ്ഥലങ്ങളുടെ. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഏത് സ്ഥലമാണ് വേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ആ 3 സ്ഥലങ്ങൾ ഏതാന്നുള്ളത് പറയാം. നിങ്ങൾക്ക് തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാം. പറയട്ടെ? ഓക്കെ. ഒന്ന് നമ്മുടെ കനകുന്ന്, ആൻഡ് മറ്റേത് മ്യൂസിയം, ആൻഡ് തേർഡ് വൺ മാനവീയം വീതി. അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്നുള്ളത് പറഞ്ഞ് അവിടെ നമ്മൾ വ്ളോഗ് ഷൂട്ട് ചെയ്യും. ഓക്കെ. ഓക്കെ. മാനവീയം വീതി ഫിക്സ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്ത് വ്ളോഗാണ് എടുക്കുന്നത്? മാനവീയം വീതി, അവരുടെ ഹിസ്റ്ററിയും ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ അല്ലേ? ആ, യെസ്. അപ്പം തകർക്കാം. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഗായ്സ്. ഹായ്, ഞാൻ സിഞ്ചു, ഇത് ഈഷ. നമ്മൾ അമൃത ടിവിയുടെ ഭാഗമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മാനവീയം വീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ആൽത്തറ ജംഗ്ഷനിൽ വെള്ളയമ്പലത്ത്. നമ്മൾ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ പ്രതിമയുണ്ട്. ഇതുതൊട്ടാണ് മാനവീയം വീതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തൊരു പ്രതിമയും കൂടെ ഉണ്ട്, നമ്മുടെ ഭാസ്കര മാസ്റ്ററുടെ പ്രതിമ. മാനവീയം വീതി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സംസ്കാരമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു വേദിയാണ്. ഇത് സാംസ്കാരിക ഇടനാഴി എന്നാണ് മാനവീയ വീതി അറിയപ്പെടുന്നത്. നമ്മളീ കാണുന്നത് നീർമാതളം എന്ന് പറയുന്ന ഒരു മരമാണ്. ഈ മരം മാധവിക്കുട്ടിയമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് സുഗതകുമാരി ടീച്ചർ നട്ടതാണിത്. ഇത് 1995 മുന്നേ ഇതൊക്കെ ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടന്നിട്ടുള്ളതാണ്. 2001 നമ്മുടെ വിജയകുമാർ സർ, സ്പീക്കർ വിജയകുമാർ സാറാണ് ഇത് കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ കേന്ദ്രമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തത്. ഈ ഡ്രോയിങ്സ് ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതുപോലെയൊക്കെ വരയ്ക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാർ വരച്ച പെയിന്റിങ്സ് ഒക്കെയാണിത് കേട്ടോ. ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്, ഇവിടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, എന്നാണ് ഇതിന്റെ ഇനാഗ്രേഷൻ എന്നൊക്കെ നമുക്ക് ആ സാറിനോട് ചോദിച്ചു നോക്കാം. ഓക്കെ. ഹായ് സർ. ഗുഡ് മോർണിംഗ് സർ. സാറിന്റെ പേര്? എൻ്റെ പേര് വാസുദേവൻ. സാർ, ഇവിടുത്തെ റിനോവേഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന്റെ മാനവീയം വീതിയെ കുറിച്ച് ഒക്കെ ഒന്ന് നമുക്കൊന്ന് പറയുമോ? അതെ, മാനവീയത്തിന്റെ എങ്ങനെ പേര് വന്നെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇല്ല സാർ, അറിയില്ല. ഇത് കുമാരനാശൻ മാനവാ നീയും എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. എന്തോ എങ്ങനെ മാനവീയം എന്ന് പറഞ്ഞ റോഡ് വന്നത് മനസ്സിലായോ നമുക്ക്? പറഞ്ഞു വരുമ്പോ ചായ പിന്നെ നീ ജോലിയുടെ റോഡിൽ ഇത്രയും ഒറ്റയ്ക്ക് അല്ല പറയൂ. ഈ ഒറ്റയ്ക്ക് ഈ റോഡ് ഇങ്ങനെ കിടക്കണം എന്തുകൊണ്ടെന്ന് അറിയോ? ഇവിടെ പണ്ട് ഈ രാജാക്കന്മാര് സഞ്ചാരി സവാരി എന്ന സ്ഥലമായിരുന്നു. ശരിക്കും പറഞ്ഞാ സോറി അവന് ആളെ പണിക്കാരെ കൊണ്ടുവരുന്നതാണ്. ഇതൊരു ഭൂഗർഭ വഴിയാണ്. തിരുവനന്തപുരമാണോ? തിരുവനന്തപുരത്ത് ഏകദേശം ഇതിൽ ഈ വഴി കൂടെ നമ്മൾ പോയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴെ പോവാം, ശംഖുമുഖം കടപ്പുറത്തും പോവാം. സാറ് പറയുന്നത് ഇതൊരു അണ്ടർ പാസേജ് വഴിയാണ്. ഈ ഒരു പാസേജ് വഴി പോയാൽ നമുക്ക് ശംഖുമുഖം ബീച്ചിലും പോവാം, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പോവാം അല്ലേ സാർ? നീ ഒരു മഹാമണ്ടൻ തന്നെ. കണ്ടില്ലേ, വളരെ ഇത്ര പേര് വന്ന് വർക്ക് ചെയ്യാൻ നോക്കി, വളരെ ദ്രുതഗതിയിൽ വർക്ക് നടക്കുന്നു. ഇതിന് അടിയിലോട്ട് കുടിക്കാൻ സമ്മതിക്കില്ല. ഇതിനടിയിലോട്ട് കുടിക്കാൻ സമ്മതിക്കത്തില്ല എന്നാ പറയുന്ന കാര്യം. ഇതിന്റെ അകത്തൂടെ ആ പാസേജ് പോകുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഇവിടെ നമ്മള് ഈ എയർ ഹോളില് കാത് വെച്ച് കേട്ട് കഴിഞ്ഞതിന്റെ കടലിന്റെ ശബ്ദം കേൾക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാവോ? കടലിന്റെ ശബ്ദം കേൾക്കാവോ? കടലിന്റെ ശബ്ദം കേൾക്കാവോ? ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്, കടലിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ വേറെ എന്താ അറിയാനുള്ളത്? ഇവിടുത്തെ
ഇവിടുത്തെ റിനോവേഷൻ വർക്ക്സ് പുതുതായിട്ട് എന്തൊക്കെയാ, പഴയതൊക്കെ കുറെയൊക്കെ നമുക്ക് അറിയാം. അപ്പൊ പുതുതായിട്ട് എന്തൊക്കെയാണ് റിനോവേഷൻ വരുന്നത്? ഇത് പുതുതായിട്ടല്ല, ഇത് പഴമയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കല്ല് നിർത്തി ഇത് രാജകൊട്ടാരത്തിൽ പണിഞ്ഞിട്ട് ബാക്കി കിടന്ന കല്ലാണ്. പൊന്നോ പകതി കല്ല് ആസാം അത് വീട് പണിയൊക്കെ കഴിഞ്ഞോ? ആ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ സാർ, ഇവിടുത്തെ റിനോവേഷൻ വർക്ക്സിൽ ഇവിടെ ഓരോന്നും ഓരോ പണികളൊക്കെ നടക്കുന്നുണ്ട്. ലൈറ്റ്സ്, അതുപോലെ അവിടെ ലൈറ്റ്സ്. ഈ ലൈറ്റ്സ് എവിടെ കൊണ്ടുവന്ന് അറിയോ? ഇല്ല സാർ. ഫ്രാൻസിൽ നിന്നുള്ള ലൈറ്റ്സ്. ഓക്കെ ഓക്കെ. ഫ്രാൻസിനുള്ള ലൈറ്റ്സ് ആണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? अरे भाई എന്തോ अरे भाई शूटिंग शूटिंग अरे भाई अरे भाई അതുണ്ടല്ലോ, ഇവിടെ കേരളം ഭരിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് രാജാവ് ഉണ്ടായിരുന്നു. വില്യം വേഡ്സ്വർത്ത് എന്നാണ് പുള്ളിയുടെ പേര്. വില്യം വേഡ്സ്വർത്ത് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് രാജാവിന്റെ സ്മരണാർത്ഥമാണ് അത് ചെയ്യണത്. അതിൽ കുറേ ഫലകങ്ങളൊക്കെ വരും, രാജ്ഞീയതും അവരൊക്കെ വരും. അവരൊരു ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വേണ്ടി ചെയ്യുന്ന ഒരു സ്മാരകം പോലെയാണ്. മോള് കേട്ടില്ലേ വില്യം വേഡ്സ്വർത്ത് രാജാവ്? വലിയ രാജാവായിരുന്നു, കേരളം ഭരിച്ചിരുന്നു. അന്ന് കേരളം ഭരിച്ചപ്പോൾ സാമൂതിരി രാജാവ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഭരിച്ചത്. ഇതൊരു സ്മാരകം പോലെയാണ്. അത് സ്മാരകം കണ്ടില്ലേ? ഭയങ്കര ഗംഭീരമായിട്ട്. ഇത് ഇങ്ങനെയൊന്നുമല്ല, വേറെ മാർബിളൊക്കെ വന്ന് ഗംഭീരമായിട്ട് ചെയ്യും. അപ്പൊ അത് നമ്മുടെ കേരള മുഖ്യമന്ത്രി ആയിരിക്കും വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. बालू बालू आसाम क्या मालूम है? बालू आसाम आसाम तुम आसाम में है? तुम्हारा नाम क्या है? बालू 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 അവൻ എന്തിന്റെ കുഴപ്പം ചോദിച്ചാൽ അറിയാമെങ്കിൽ भाई അവന് പോകാൻ പറ, ഒന്ന് പോകാൻ പറ. बालू बालू भैया भैया ये चैनल में है. ചാനൽ മേ ഹെ चैनल चैनल क्या चैनल ചാനൽ കനാൽ ചാനൽ 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 തന്നെ സാറേ. ഒന്ന് പറഞ്ഞു കൊടുത്തു, ഒന്ന് പറഞ്ഞു വിട്ടെ. ഞാൻ പോടാ നീ. आसाम आसाम ഏയ് വായി ഇസ്കോ ലേക്ക് ജാവോ. आसाम नगी 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 പണി ചെയ്യാൻ നിൽക്കുന്ന എല്ലാ ആളുകളുണ്ട്. പണി എല്ലാ ആളുകളും ഇതെല്ലാം ഭയങ്കരമായിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആളുകളാണ്. അതായത് കൊട്ടാരങ്ങളുടെ പണി, അതുപോലെ വലിയ വലിയ താജ്മഹൽ പണിഞ്ഞത് നിൽക്കുന്ന ആളിന്റെ വകയിലെ ഒരു അപ്പനാണ് താജ്മഹൽ പണിഞ്ഞത്. പഴയ ലാത്തിയുടെ തന്നെ താജ്മഹൽ പറഞ്ഞതാണ്. വിളിക്കാം സാർ. ആൾ വിളിക്കണോ? അല്ല, ബംഗാളിയാണ്. ആ ഫുഡ് കഴിക്കുന്നത് പയ്യാ ഖാനൊക്കെ ബാധാജാനാ. അതാണ്. അപ്പൊ അങ്ങനെയുള്ള അത്രയും മിടുക്കരായ ആളുകൾ കൊണ്ടുവന്നാണ് नहीं 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 എന്തേ आसाम भाई अरे भाई അല്ല ഞാൻ വെറും എടങ്ങേർ പേഴ്സണാ. भैया 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 काम भैया क्या चाहिए तुमको? क्या चाहिए तुमको? അവർക്ക് ഈ പെണ്ണുകളെ കാണാൻ അല്ലെങ്കിൽ ഇത്തിരി ഇളക്കം കൂടുതലല്ലോ. ഇവര് വീഡിയോ എടുക്കുന്നുണ്ട്, അത് പോലീസ് കാണിക്കണം. നമുക്കിവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ഇവിടെ പണിക്കാരും ഇവിടെയൊക്കെ അവരെല്ലാവരും വീഡിയോ എടുത്തോ. അവരെല്ലാവരും നോക്കി ഒന്ന് പോലീസ് കാണിക്കണം. എല്ലാവരും ഇന്നും പറഞ്ഞു വിടും. മോളിതാ പേടിച്ച് അവിടെ നിൽപ്പുണ്ട്, കാണിച്ചു തരാം. അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആസാമിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും വരുന്നുണ്ട്. ഇനാഗ്രേഷൻ എന്തൊക്കെ പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനാഗ്രേഷന്റെ അന്ന് ഇവിടെ പണ്ട് പറഞ്ഞ ഈ ഫത്തേപൂ സിക്രി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഫത്തേപൂ സിക്രി. ഫത്തേപൂ സിക്രി അവിടെ നിന്നുള്ള ഡാൻസുകാർ വരും. ഫത്തേപൂ സിക്രിയുടെ ഡാൻസുകാരോടെ വരുന്നുണ്ട്. 26-ാം തീയതി നിങ്ങൾ ഇവിടെ തന്നെ എത്തണം. ഇത് ഷൂട്ട് ചെയ്യും. നമ്മുടെ ടെലികാസ്റ്റ് ആളുകളെന്നറിയോ? 1200 ആളുകളാണ് വരുന്നത്. 1200 പേര് सैलरी नहीं है यार. खाना खाना नहीं ശമ്പളത്തിന് खाना भी नहीं है. നീക്കല്ലോ രാവിലെ കഴിച്ചില്ലടാ.
സാറേ ഇത് ടെലികാസ്റ്റ് ചെയ്യരുത്. കാന. तुमको आसाम में जाना है? ആസാം. आसाम में जाना है तुमको? കാന. पैसा नहीं है। കള്ളന്മാരാണ് ഇവര്. ഇന്നാളെ ഒരു കുറച്ച് പൈസ കൊടുത്ത് ചോദിച്ചാണ്. എനിക്ക് അറിഞ്ഞൂടാ ഹിന്ദിയിൽ. ചോർ ഏക്ക് ചോദിച്ചാണ്. कहना है तुम चोरी है। ആ നഹി നഹി കഴിഞ്ഞ ആഴ്ച നഹി മാറൂ. ചോദിക്ക് पानी നീ भी नहीं മുടച്ചില്ലടാ. है। പൈസ കൊടുത്തില്ലടാ നീ. ചോര് ഇപ്പൊ വീഡിയോ ഉണ്ട്. ഇപ്പൊ പോലീസ് ഏൽപ്പിക്കാം. നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളെന്ന് പറയോ? നിങ്ങൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഫുഡ്. സാലറി എത്ര നാളായിട്ട് സാലറി കിട്ടാറില്ല? എത്ര നാളായിട്ട് ഇവിടെ പണിക്ക് വരുന്നുണ്ട്? 2 വർഷമായിട്ട് ഇവിടെ പണിയെടുക്കണം. 2 വർഷമായിട്ട് നിങ്ങൾ ഇവിടെ പണിയെടുക്കുകയാണോ? ആ സാറ് പറഞ്ഞത് നിങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. നിങ്ങളെ പേരെന്താ? ബാലു. സാലറി ഫുഡും മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? നാട്ടിൽ പോണം. റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് തരുന്നില്ലേ? നിങ്ങൾ ഇത്രയും നേരം റെസ്റ്റ് ആയിരുന്നില്ലേ? ഇതേ ഇരിക്കുന്നുണ്ടോ? റെസ്റ്റ് അല്ലേ ഇത്? ഞങ്ങൾ അവിടെ പണിയെടുത്ത് നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. വെള്ളം വേണോ? കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഇത് ചേട്ടാ കുറച്ച് വെള്ളം ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഫുൾ ബോട്ടിലാണ്. ഒരു ബോധം കൊണ്ടല്ലോ ഒരു വയറാണ് കണ്ടിടത്ത് നടപ്പാണ്. എന്നാ ഇതല്ല ചോദിച്ചത്, വേറെ വെള്ളമാണ് ചോദിച്ചത്. അല്ല വെള്ളം കൂടെ കേട്ടാ. വെള്ളം വേണമെന്നല്ലേ പറഞ്ഞ? അവർ വെള്ളം കുടിച്ചിട്ടില്ല. ആ ഇനി നിങ്ങൾ വെള്ളം കൊടുക്കണ്ടെന്ന് ചാനലിൽ പറഞ്ഞു കേട്ടോ. അതുകൂടാകുമ്പോൾ എനിക്ക് തൃപ്തിയാവും. തൊള്ള പൊളിക്കണ പൈസ നിന്നുടെ പള്ളയൊടിഞ്ഞു തൊള്ള പൊളിക്കണ പൈസ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാ ഇപ്പൊ? ഇവിടെ എവിടെയാ താമസിക്കുന്നത്? റോഡിലോ? അതിനകത്തോ? നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. അല്ല നിങ്ങൾ ഇത് റോഡിന്റെ കാര്യം എടുക്കാൻ വന്നതാണ്. അത് ഇത് ഉണ്ടാക്കി നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ്. അല്ല സാറവിടെ നിങ്ങളെ സാറവിടെ അല്ല ഇത് ശരിയല്ല. അത് അവിടെ ഇവർ റോഡിന്റെ ഇത് എടുക്കാൻ വേണ്ടി വന്നിട്ട് ഇത് അവരെടുത്ത് അത് ന്യൂസാവൂലേ? അങ്ങനെ അവർക്ക് ഇതാവാനല്ലേ? ഞാനത് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ? അത് നിങ്ങൾ എല്ലാം സഹായിച്ച് എല്ലാം ഞാൻ പറഞ്ഞതില്ലേ? ഞാൻ LOC പ്രോവിൻ്റെ കഥ പറഞ്ഞതില്ലേ? കുത്തമിനാറിൽ പണിയത് ആളാ ഞാൻ. അല്ല നിങ്ങൾ അവർ വന്നിട്ട് ഇവിടെ ശമ്പളം ഇല്ലാന്ന് കാണിച്ചാ നിങ്ങൾ പറ്റില്ല. നിങ്ങൾ പോയി നിങ്ങൾ മര്യാദയ്ക്ക് പോയി. നിങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ ചെയ്യണ്ട പറ്റില്ല. നിങ്ങൾ പോയി അമ്മയോടെ കൊണ്ടുപോയിക്കോ. അമ്മ വേണ്ടായിരിക്കും. അവരെവിടെ കൊണ്ട് എവിടെ പണി കൊണ്ടുവന്ന സാറല്ലേ പണി കൊണ്ടുവന്നത്? ഞാൻ പണി കൊണ്ടുവന്നത് എനിക്കറിയാം. നിങ്ങളവിടെ ആഹാരം കഴിച്ചാ എന്നൊക്കെ ചോദിക്കുന്ന കാര്യം തോന്നുന്നു. അവർ ആഹാരം കഴിച്ചില്ല എന്ന് അവരെ പെട്ടെന്ന് നിങ്ങളാണ് ആഹാരം മാറ്റി കൊടുക്കുന്നത്. ഞാനേ ആഹാരം എന്ത് മാറ്റി കൊടുക്കുന്നത്? സാറാണ് എന്ന് വാങ്ങി സാറ് നിങ്ങൾ അവരെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? വല്ലവരും വീട്ടിൽ കയറിയിട്ട് അവരെ കുടുംബകാര്യം തിരക്കേണ്ട കാര്യം തോന്നുന്നത്? വല്ലവരെ വീടല്ലല്ലോ. എന്റെ സാറേ ഇവിടെ റോഡ് അല്ല അവരും കയറി പോണെന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ? ശരിയല്ല കേട്ടോ. അല്ല അവര് ഭയങ്കര സ്മാർട്ട് ആവണവര്. മോളെ നമ്മളോട് അധികാരികൾ വരെ ചൂടായി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടുത്തെ കാര്യങ്ങൾ പുറത്തറിയരുത് എന്ന് പലർക്കും ആഗ്രഹമുള്ളതുപോലെ തോന്നുന്നുണ്ട്. അല്ലേ അയച്ചു? തോന്നുന്നുണ്ടോ അയച്ചു? പേടിച്ചു പോയി അയച്ചു? സിഞ്ചു ആൻഡ് ഇഷക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ടാണോ വ്ലോഗ് ചെയ്യുന്നത്? ആദ്യമായിട്ടാ. ഞാൻ കുറെ പ്രാവശ്യമായിട്ട് വ്ലോഗ് ചെയ്യുന്നു. ഉമ്മ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ശ്വേതാജി വന്നിട്ടില്ല. ഒരു പുതിയ വ്ലോഗർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഒരു വ്ലോഗർ ഉണ്ടായാൽ എന്താവും?
അല്ല, ആദ്യമായിട്ട് വ്ളോഗ് ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നില്ല. ബിക്കോസ് ആ തുടക്കത്തിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് വരുന്നത് സിവിൽ സർവീസ് പേഴ്സൺ അല്ലേ. അപ്പൊ ഇങ്ങനെ മണ്ടത്തരം ഒരാൾ മുമ്പിൽ നിന്ന് പറയുമ്പോൾ പ്രതികരിക്കണ്ടേ? വ്ളോഗിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ശരിയാണോ? ആ കോൺട്രാക്ടർ ഇങ്ങനെ ഒരു എന്താ പറയുക കുത്തുബ് മിനാറും പിന്നെ എന്താ പറയുക താജ്മഹലിലെ വർക്കറും എന്നൊക്കെ പറയുമ്പോൾ വില്യം വേർഡ്സ്വർത്ത് കേരളം ഭരിച്ചിരുന്ന കാലം എന്നൊക്കെ പറഞ്ഞപ്പോ വില്യം വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇച്ചു, അത് പോയറ്റാണ്. പോയറ്റ് അല്ലേ വില്യം വേർഡ്സ്വർത്ത്? അല്ല, അങ്ങനെയല്ല. അല്ല, ഓഡിയൻസിനോട് നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിന്റെ അടുത്തല്ലേ വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ നമ്മളുടെ ഇടയിൽ സംസാരിക്കുമ്പോൾ ക്യാമറ പിടിക്കില്ലല്ലോ. ക്യാമറയിൽ വരുന്ന കാര്യം ആ കോൺഫിഡൻസ് ആയിട്ട് പറയുക. താജ്മഹൽ വർക്കറോ അല്ലെ കുത്തുബ് മിനാറോ അല്ലാതെ വില്യം വേർഡ്സ്വർത്തോ എന്നൊക്കെ പറയുമ്പോൾ അത് പ്രതികരിക്കണ്ടേ ഇമ്മീഡിയറ്റ്ലി? നിങ്ങൾ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ ഇങ്ങനെയൊക്കെ മണ്ടത്തരം പറയുമ്പോൾ അതെ, ലൈറ്റ് ആണെങ്കിലും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു അമ്മ എന്ന നിലയിൽ ആ യെല്ലോ ടീഷർട്ട് ഇട്ട ആ വർക്കർ വന്നിട്ട് മോളുടെ കവളത്ത് കൈ വെച്ചപ്പോ ഹലോ എന്ന് പറഞ്ഞിട്ടാ പോയത്. ഇങ്ങനെ കൈവച്ചാൽ അയാൾ ആദ്യം കല്ലെടുത്തിട്ട് മോളെ ഇത് അത് പിന്നെ വന്ന് ഇത് ഫസ്റ്റ് അല്ല, ആദ്യം കുറച്ച് പ്രാവശ്യം അവിടെ കുറച്ച് ഇത് സംഭവിച്ചായിരുന്നു. അപ്പോഴത്തേക്കും ഈ കല്ലൊക്കെ എടുത്ത് ഇങ്ങനെ ഇടിക്കാൻ വന്നായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് കൂടുതലും ഞാൻ കയറി ഇടപെട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവര് ചിലപ്പം മോളെ എന്തെങ്കിലും ചെയ്ത് കളയും വെച്ചാൽ മോളെ ആയിരുന്നു കൂടുതൽ ടാർഗറ്റ് ചെയ്ത് വന്നോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസാമില് ഒരു ആസാമി കാരണം ഒരു 6 വയസ്സായ ഒരു കുഞ്ഞ് മരിച്ചില്ലേ, അതാണ്. അപ്പൊ ഞാൻ ഈ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പെട്ടെന്ന് ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതല്ലേ. അപ്പൊ ഞാൻ ശരിക്കും അവളെ ഗാർഡ് ചെയ്യാനാണ് നോക്കിയത് കൂടുതലും. അപ്പൊ ഇനി അത്രയൊരു പ്രശ്നം ഉണ്ടാക്കി അവിടെ നിന്ന് പോണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂപ്പര് മോളുടെ കവളത്ത് കൈ വെക്കുമ്പോ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രതികരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആള് ഇങ്ങനെ ആയാലോ എന്ന് പറഞ്ഞിട്ടാ പോയത്. മോളും പ്രതികരിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈശക്കുട്ടി എല്ലാം ചെറിയ ചെറിയ കാര്യത്തിന് പറയണ ഒരു കാര്യം അപ്പ പറയണ്ട അമ്മ ഇയാള് എന്നെ തൊട്ടു എന്നല്ലേ പറയേണ്ടത്. നമ്മൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് സ്കൂളിൽ പഠിക്കുന്ന കാര്യല്ലേ? അല്ല, നമ്മളെ സ്കൂളിൽ ഗുഡ് ടച്ച് കവളത്തെ തൊടുന്നത് പ്രശ്നമില്ല. അങ്ങനെയില്ല മോളെ, റോങ് ആണ്. അറിയില്ല ഫാമിലി, അതും എക്സ്റ്റെൻഡഡ് ഫാമിലി അല്ല, അച്ഛൻ അമ്മ മാക്സിമം നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അതല്ലാതെ വേറെ ആര് തൊട്ടാലും അത് ഗുഡ് ടച്ചിൽ വരില്ല. അത് മോൾക്ക് പരിചയമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, എന്നാൽ പോലും അങ്ങനെ ഇല്ല. പക്ഷെ ഇത് ആദ്യമായിട്ടല്ല ഈ അങ്കിളിനെ കാണുന്നത്. സോ മോളുടെ ഇതിന് വേണ്ടി പറയാണ് അത് ബാഡ് ടച്ച് ആണ്. ബിക്കോസ് മൂപ്പര് നിങ്ങൾക്ക് അറിയില്ല. യു ഷുഡ് സേ വേണ്ട. ഓക്കെ, കൊച്ചിരി വാവയല്ലേ, പെൺകുട്ടിയല്ലേ, എല്ലാ സ്ഥലത്തും ഉമ്മയും ഒപ്പം ഉണ്ടാവുമോ? അപ്പം നമ്മൾ പ്രതികരിക്കണ്ടേ? ഫൈറ്റ് ചെയ്യല്ല എന്നല്ല, പറയണം കേട്ടോ. ആ ചിഞ്ചു കുറച്ചും കൂടി വന്ന് എന്താ പറയാ, ബിക്കോസ് ചെറിയ ചെറിയ നമ്മൾ ഹിസ്റ്ററി അല്ല. ആക്ച്വലി അന്ന് സംഭവിച്ച വെച്ചാൽ മാനവീയം വീതി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ഗൂഗിൾ ചെയ്തു എന്താണ് മാനവീയം വീതി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ആകെപ്പാട് 5-6 സെന്റൻസേ ഉള്ളൂ എൻ്റെ അകത്ത്. എവിടെ നോക്കിയാലേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ 5-6 സെന്റൻസ് വെച്ച് ഞാൻ എങ്ങനെ ഈ 150 മീറ്റർ പോകുന്നതാണ്. അപ്പൊ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സാർ ഉണ്ട്, സാറിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം ആദ്യമൊക്കെ ഞാൻ ഓക്കെ, പണ്ടൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ അണ്ടർ പാസേജ് ചിലപ്പോ പണ്ട് അണ്ടർ പാസേജ് ഉണ്ടായിരുന്നിരിക്കാം, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. മാൻഹോൾ വന്നിട്ട് കടലിന്റെ ഒച്ച ആദ്യം ഇരിക്കെ നോക്ക് കൊറേ നേരം നമ്മൾ വേണ്ട ഇരുത്തിയേ പറ്റുള്ളൂ. അപ്പം ഒരു വലിയൊരു കടലിന്റെ ഒച്ച കേട്ടില്ല. അപ്പൊ അത് നിർത്താൻ മതി, ബാക്കി പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടത്. കാര്യം വലിയൊരു അധികാരിയാണല്ലോ വന്നും പറയുന്നത്. അതൊക്കെ ആള് പറഞ്ഞ് നിങ്ങൾ കേട്ടു ഒക്കെ ശരി. പക്ഷെ നിങ്ങൾ മാറി നിന്നിട്ട് വ്ളോഗിൽ പറയണായിരുന്നു ഇയാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ ബ്ലണ്ടർ പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് വ്ളോഗിംഗ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ല, നിങ്ങൾ മാറി നിന്ന് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി നിന്നാൽ അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇയാൾ പറയണ കാര്യത്തിൽ നമ്മൾ മണ്ടത്തരാണ് എന്ന് പറയണം. നമ്മൾ ബേസിക്കലി ഒരു ജേർണിക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറേ തടസ്സങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ് നേരിടണമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തായാലും ഇറ്റ് വാസ് ഓൾ ഇൻ ഓൾ ഒരു എന്റർടൈൻമെന്റ് ഒരു ടാസ്ക് ആയിരുന്നു. എന്തായാലും താങ്ക് യു.
ഇതിന്റെ മാർക്സ് ഹിഡൻ മാർക്സ് ആയിരിക്കും. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ കുറെ ചിരിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നത്.